നമ്മളിൽ പല ആളുകളും ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതിൻ്റെ പ്രയാസത്തിലേക്കും ദൂരത്തിലേക്കും ആണ്. എന്നാൽ ഏറ്റവും വലിയ ദൂരങ്ങൾ കീഴടക്കാൻ വേണ്ടത് ക്ഷമയാണ്. സൂറത്തുൽ അൻഫാലിൻ്റെ 46-ാമത്തെ ആയത്തിലൂടെ ഖുർആൻ നമ്മളോട് പറയുകയാണ്, വസ്ബിറൂ ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ ക്ഷമിക്കുകയും തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഒരു വലിയ പർവ്വതം കയറാനുള്ള ആഗ്രഹവുമായി ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യൻ കയറി പകുതിയായപ്പോൾ അദ്ദേഹം ക്ഷീണിച്ച അവശതനായി അവിടെ ഇരുന്ന് മലയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇനിയും ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടാനുണ്ട്. അദ്ദേഹം യാത്ര മതിയാക്കി തിരിച്ചു വരാൻ സമയത്ത് അയാളെ കണ്ടൊരു വൃദ്ധൻ പറഞ്ഞു, മകനെ, നീ മലയുടെ മുകളിലേക്ക് നോക്കാതെ നിന്റെ തൊട്ടടുത്ത ഓരോ ചുവടുകളിലേക്കും നോക്കി ഓരോ ചുവടും നീ വളരെ ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടുകൂടിയും നീ താണ്ടുകയാണെങ്കിൽ നീ പോലും അറിയാതെ ആ മലയുടെ മുകളിലേക്ക് എത്തിച്ചേരുമെന്ന്. തീർച്ചയായും ഈജിപ്ത് വരെയുള്ള 20,000 കിലോമീറ്ററുകൾ താണ്ടിയുള്ള എൻ്റെ യാത്രയുടെ ദൂരം വളരെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും ഓരോ ദിവസവും ക്ഷമയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നീങ്ങുകയാണെങ്കിൽ ആ യാത്ര പൂർത്തിയാക്കാൻ എനിക്ക് സാധിക്കും. അതിനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇൻഷാ അല്ലാഹ്, വിലയേറിയ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരുടെ സപ്പോർട്ടുകളും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.